കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ച് തിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയിട്ടില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ സ്തോത്രം ജനന സമയം ആ ഒരു ഭാഗത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് അല്ലേ. നമുക്കറിയാം, മറ്റ് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ സിനോപ്റ്റിക് ഗോസ്പൽസ് അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇതൊക്കെ ഒരേ രീതിയിലൊക്കെയാണ് യേശുവിൻ്റെ ജനനവും ജീവിതമൊക്കെ ഏകദേശം സമാനമായ രീതികളിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കുമെന്നൊക്കെ വേണം കഴിയപ്പെടുന്നത്. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ദൈവം എന്ന് തെളിയിക്കേണ്ടത് ആ ഒരു രീതിയിലാണ് ആ കാര്യം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ അധ്യായത്തിൻ്റെ ആദ്യ വാക്യം തന്നെ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ എന്ന് പറഞ്ഞാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അപ്പം അടുത്ത് പറയുന്ന ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇപ്പൊ ഈ വെളിച്ചം ആരാണ്? ഇവിടെ പറയുന്ന വെളിച്ചം ഒരേ ഒരു വെളിച്ചം അല്ലെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമായ അത് യേശു കർത്താവിനെ പറ്റി പറയുന്ന ഒരു വാചകമാണ് നമ്മൾ വായിച്ചത് അല്ലേ. അപ്പൊ ഇവിടെ പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ച്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കില്ല. രണ്ട് ഏറിയയിൽ നിൽക്കുന്ന അല്ലേ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഏരിയ പോലെ ഇരുട്ട് വെളിച്ചം അല്ലേ. പിശാചിനെ കുറിച്ച് പറയുമ്പോൾ സ്തോത്രം കൊലോസ്യ ലേഖനം 1:12 പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. അപ്പോൾ പിശാചിന്റെ ഒരു മറുപേരാണ് ഇരുട്ടിന്റെ അധികാരി, ഡാർക്ക്നെസ് അല്ലെ. ഇരുട്ടിന്റെ പ്രിൻസസ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന പിശാചിന്റെ ഒരു പേരാണ്. ഈ നമുക്കറിയാം, ചില ആൾക്കാർക്ക് ഇരുട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഒറ്റയ്ക്ക് ഇരുട്ട് റൂമിനകത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതെല്ലാം ഒരു നെഗറ്റീവ് സ്പിരിറ്റോടെ നമ്മൾ കാണേണ്ടതാണ്. അതൊരു വ്യാപാരമാണ്. കാര്യം അവരങ്ങനെ കൊണ്ടുപോകുന്ന ഒരു തലം അവരുടെ പിറകിലുണ്ട്. ഇത് ഇരുട്ടിന്റെ ശക്തിയാണ്. എന്നാൽ യേശു എന്താണ് ചെയ്തത്? ഇരുളിൽ അവൻ പ്രകാശിപ്പാൻ തക്കവണ്ണം. അതുകൊണ്ടാണ് നമ്മോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്താണ്? ലോകത്തിന്റെ വെളിച്ചമാകണം, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകണം എന്ന് നമ്മെ നോക്കി കർത്താവ് പറഞ്ഞൊരു കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് ഇരുട്ടാകാൻ വേണ്ടിയുള്ളതല്ല, പകരം നാം മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ വേണ്ടിയുള്ളതാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിലൊരു ഫൈറ്റിംഗ് ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഏത് ഇരുട്ടിനെയും മാറ്റാൻ കഴിയുന്ന ഒന്നാണ് വെളിച്ചം. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെച്ച റൂമിൽ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഇരുട്ടാകും അല്ലേ. അപ്പം ഇരുട്ട് എങ്ങനെ മാറും? വെളിച്ചം വന്നാൽ മതി. അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ വെളിച്ചം വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സൂര്യൻ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരമാകുമ്പോൾ അത് അസ്തമിക്കുന്നു അല്ലേ. രാത്രി മുഴുവനും കടന്ന് 6 മണിയാവുന്ന സമയത്ത് അത് സ്തോത്രം തിരശീല മാറ്റി വരുന്നത് പോലെ സൂര്യൻ എന്ത് ചെയ്യാണ്? ചന്ദ്രൻ മറയുന്നു, സൂര്യൻ പുറത്തേക്ക് വരികയാണ്. അതാണ് പകൽ പ്രകാശമായിട്ട് അത് വെളിപ്പെടുന്നത്. അപ്പോൾ ഏത് ഇരുട്ടിനെയും മാറ്റാൻ കഴിയുന്ന ഒന്നാണ് പ്രകാശം എന്ന് പറയുന്നത്. സ്തോത്രം, പ്രകാശം വരുമ്പോൾ ഇരുട്ടിനോട് മാറി നിൽക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇരുട്ട് മാറും. അതാണ് പ്രകാശത്തിന്റെ ഒരു തലമെന്ന് പറയുന്നത്. ഇതുപോലെയാണ് വെളിച്ചമായ ക്രിസ്തു നമ്മളിൽ വരപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഇരുട്ടുകളും എന്ത് ചെയ്യും? മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയാക്കും. ഒരു ഇരുട്ടിനോട് നമ്മൾ മാറി നിൽക്ക്, ഇല്ലെങ്കിൽ പിശാച് എന്ന ഇരുട്ടിന്റെ അധികാരിയോട് നമ്മൾ മാറി നിൽക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം പ്രൈസ് സ്തോത്രം, ഹല്ലേലൂയ, വെളിച്ചം ഇരുളിനെ പിടിച്ചടക്കും. പക്ഷെ ഒരു കാലത്തും വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ ആർക്ക് കഴിയത്തില്ല? ഇരുളിന് കഴിയത്തില്ല. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതാണ് യേശുവിനെ കൊണ്ട് സാധിക്കും. ഒരു പിശാചിനും യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്നുകൂടെ ഇറങ്ങി പറയുന്നു, യേശുവിന്റെ മക്കളാകുന്ന നമ്മെ ഒന്നും ചെയ്യാൻ പിശാചിന് എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. സ്തോത്രം, അതാണ് ദൈവത്തിന്റെ ദൗത്യവും ദൈവത്തിന്റെ പ്രവൃത്തിയും എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവകൃപയോടെ നമുക്ക് പിന്നെയുമായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയിൽ മറയ്ക്കണമേ. ആത്മീക ഭൗതിക നന്മകളാൽ അവിടെ ഞങ്ങളെ നിറച്ച് മാനിച്ച് അനുഗ്രഹിച്ച് ഉദ്ധരിക്കുന്ന യഹോവയുടെ മഹത്വമുള്ള കാര്യം ശക്തിയോടെ, കൃപയോടെ, കരുതലോടെ വെളിപ്പെട്ട് വരിക സ്വർഗമിടവരുത്തിയാണ്. സമസ്തവും തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ,
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.